വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കൊല്ലം കുളത്തൂപ്പുഴയിൽ വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഇന്ന് ഊർജിതമാകും. വെടിയുണ്ടകൾ പാകിസ്ഥാൻ നിർമ്മിതമാണ് എന്ന സംശയം ഉയർന്നതോടെ അതീവ ജാഗ്രതയിലാണ് പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും. വെടിയുണ്ടകളുടെ ഉറവിടം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് വി വിനോദ് ചേരുന്നു. വിനോദ്, കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, പാകിസ്ഥാൻ ഓർഡൻസ് ഫാക്ടറിയിൽ നിർമ്മിച്ച വെടിയുണ്ടകളാണെന്ന് ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. DGPയുടെ വിശദീകരണം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ATS ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും. അതോടൊപ്പം തന്നെ വെടിയുണ്ട വിദേശ നിർമ്മിതമാണെന്ന കാര്യവും DGP സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ ബാലിസ്റ്റിക് വിദഗ്ധർ വെടിയുണ്ടകൾ പരിശോധിച്ചിരുന്നു. പാകിസ്ഥാൻ നിർമ്മിത വെടിയുണ്ടകൾ അവിടുത്തെ സേനകൾക്കും പിന്നീട് പലതവണയായി ഇന്ത്യയിൽ പിടികൂടിയിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും പാകിസ്ഥാൻ ഓർഡൻസ് ഫാക്ടറിയുടെ വെടിയുണ്ടകളും തോക്കുകളും ഉൾപ്പെടെയുള്ള ആയുധ ശേഖരങ്ങൾ പിടികൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഇതിനെ സമീപിക്കുന്നത്. തീവ്രവാദ സാന്നിധ്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാവോയിസ്റ്റുകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങളല്ല എന്ന ഒരു പ്രാഥമികമായ വിലയിരുത്തൽ കൂടിയുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം റോഡിൽ നിന്ന് ലഭിച്ച വെടിയുണ്ടകൾ ATSന്റെ അംഗങ്ങളെ പരിശോധിക്കും. ഇന്ന് ATS അംഗങ്ങൾ കുളത്തൂപ്പുഴയിലെത്തി കൂടുതൽ വിശദാംശങ്ങൾ ഈ കാര്യത്തിൽ തേടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. രജനി, ശരി വിനോദ്. കണ്ണൂരിൽ കാറിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 60 വെടിയുണ്ടകൾ പിടികൂടി. തിലങ്കരി മച്ചൂർമല സ്വദേശി K പ്രമോദിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കർണാടക അതിർത്തിയിലെ കിളിയന്തറ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടയിലാണ് വെടിയുണ്ടകൾ കണ്ടെത്തിയത്. വിരാജ്പേട്ടയിൽ നിന്നും വന്ന ആൾട്ടോ കാറിന്റെ ഡിക്കിയിൽ 6 പാക്കറ്റുകളിലായാണ് വെടിയുണ്ടകൾ സൂക്ഷിച്ചിരുന്നത്. വെടിയുണ്ടകൾ നാടൻ തോക്കിൽ ഉപയോഗിക്കുന്നതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. BJP സംസ്ഥാന അധ്യക്ഷനായി K സുരേന്ദ്രൻ ചുമതലയേറ്റ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതിനെ ചൊല്ലി കൃഷ്ണദാസ് പക്ഷത്ത് ഭിന്നത. PK കൃഷ്ണദാസ് ചടങ്ങിൽ പങ്കെടുത്തത് ഗ്രൂപ്പ് ധാരണയ്ക്ക് വിരുദ്ധമാണ് എന്നാണ് ആരോപണം. RSS നേതൃത്വം നടത്തിയ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് AN രാധാകൃഷ്ണനും MT രമേശും ചടങ്ങിനെത്തിയത്. പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കുന്ന ദിവസം തന്നെ പാർട്ടിയിലെ ഭിന്നത പുറത്തായതിൽ RSSന് അതൃപ്തിയുണ്ട്. K സുരേന്ദ്രനെ പ്രസിഡന്റാക്കിയതിൽ കടുത്ത അതൃപ്തിയുള്ള കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ ഇക്കാര്യം പരസ്യമാക്കാൻ തീരുമാനിച്ചിരുന്നു. സുരേന്ദ്രൻ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം കൂട്ടായി എടുത്തതാണ്. പക്ഷേ PK കൃഷ്ണദാസ് ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്തുണ്ടായിട്ടും AN രാധാകൃഷ്ണനും MT രമേശും ചടങ്ങിന് എത്തിയിരുന്നില്ല. ഒരു വിഭാഗം നേതാക്കൾ വിട്ടുനിൽക്കുന്നത് വാർത്തയായതോടെ RSS നേതൃത്വം ഇടപെട്ടു. RSSന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇരുവരും പിന്നീട് ചടങ്ങിനെത്തിയത്. മുൻ ധാരണയ്ക്ക് വിരുദ്ധമായി കൃഷ്ണദാസ് അടക്കമുള്ളവർ പങ്കെടുത്തതിൽ ഒപ്പമുള്ളവർക്ക് അതൃപ്തിയുണ്ട്. കൃഷ്ണദാസ് പക്ഷത്തു നിന്നും MT രമേശിന് പുറമെ ശോഭാ സുരേന്ദ്രന്റെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടക്കം മുതൽ പരിഗണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഡൽഹി ചർച്ചകളിൽ ഇക്കാര്യത്തിൽ കൃഷ്ണദാസ് വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തിയില്ലെന്നും ഒപ്പമുള്ളവർക്ക് പരാതിയുണ്ട്. അതേസമയം പുതിയ പ്രസിഡന്റ് ചുമതലയേൽക്കുന്ന ദിവസം തന്നെ വിവാദം തലപൊക്കിയതിൽ RSS നേതൃത്വം അതൃപ്തിയിലാണ്. K സുരേന്ദ്രനോട് പാർട്ടിയിലെ ഒരു വിഭാഗം നിസ്സഹകരിക്കുമെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ദേശീയ നേതൃത്വം നൽകിയ കർശന നിർദ്ദേശങ്ങൾ അവഗണിച്ചാണ് ഒരു വിഭാഗം നേതാക്കൾ പുതിയ അധ്യക്ഷനോടുള്ള അതൃപ്തി പരസ്യമാക്കിയത്. പുതിയ വിവാദങ്ങൾ മുരളീധരപക്ഷം വീണ്ടും ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. 26-ന് തിരുവനന്തപുരത്തെത്തുന്ന അമിത്ഷാ ഇക്കാര്യങ്ങളിൽ നിർണായക ഇടപെടൽ നടത്തിയേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. രാഷ്ട്രീയകാര്യ സമിതി വിളിക്കേണ്ട എന്ന മുല്ലപ്പള്ളിയുടെ തീരുമാനത്തോട് ഗ്രൂപ്പുകൾക്ക് കടുത്ത അതൃപ്തി. മുല്ലപ്പള്ളിയുടെ നിലപാടിനെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാൻ അടക്കം ആലോചിക്കുകയാണ് I ഗ്രൂപ്പ്. പാർട്ടിയെ നയിക്കുന്നവർ വിമർശനങ്ങളെ എന്തിനു ഭയക്കുന്നുവെന്നാണ് വിമർശിച്ചവരുടെ ചോദ്യം. അതേസമയം രാഷ്ട്രീയകാര്യ സമിതി മാറ്റിവെച്ച മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC ഭാരവാഹി യോഗം ഉടൻ വിളിക്കാനുള്ള നീക്കത്തിലുമാണ്. KPCCക്ക് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ അതൃപ്തി പരസ്യമാക്കി K മുരളീധരൻ രംഗത്തെത്തിയിരുന്നു. അന്ന് മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടത് വിമർശനങ്ങൾ പാർട്ടി ഫോറങ്ങളിൽ ഉന്നയിക്കണം എന്നാണ്. എന്നിട്ടും രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്ന വിമർശനങ്ങളോട് KPCC അധ്യക്ഷൻ അസഹിഷ്ണുത കാണിക്കുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യമാണ് എതിർപക്ഷം ഉയർത്തുന്നത്. വിമർശനങ്ങൾ പരസ്യമാക്കിയതിന്റെ അമർഷത്തിൽ രാഷ്ട്രീയകാര്യ സമിതി മാറ്റിയത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് നേതാക്കൾ. മുല്ലപ്പള്ളി കടുത്ത നിലപാട് തുടർന്നാൽ ഹൈക്കമാൻഡിനെ സമീപിക്കാമെന്ന ചർച്ച I ഗ്രൂപ്പിലും ഉയർന്നു കഴിഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതി മാറ്റിയതിൽ പരസ്യപ്രതികരണം ഉടൻ വേണ്ടെന്നാണ് നേതാക്കളുടെ തീരുമാനം. അതേസമയം അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ച മുല്ലപ്പള്ളി 2-1 അറിയാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ്. ഇനി ഹൈക്കമാൻഡ് പറഞ്ഞിട്ടേ രാഷ്ട്രീയകാര്യ സമിതി വിളിക്കൂ.
ക്രിയാത്മകമായ ചർച്ച നടക്കേണ്ട ഫോറമാണ് രാഷ്ട്രീയകാര്യ സമിതി. ആ ഗൗരവം അംഗങ്ങൾക്കുണ്ടാവുന്നില്ലെന്ന് മുല്ലപ്പള്ളി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. പുനഃസംഘടന നടന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയകാര്യ സമിതി ഇനി ആവശ്യമില്ലെന്ന നിലപാടിലാണ് മുല്ലപ്പള്ളി. കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വി.ഡി. സതീശൻ, കെ. സുധാകരൻ, കെ. മുരളീധരൻ, വി.എം. സുധീരൻ എന്നിവർ മുല്ലപ്പള്ളിക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു. പാർട്ടിയെ തുലയ്ക്കാനാണോ ശ്രമമെന്ന് സതീശൻ ചോദിച്ചപ്പോൾ പ്രസിഡന്റിനെ ഫോണിൽ പോലും കിട്ടുന്നില്ലെന്നായിരുന്നു മറ്റ് നേതാക്കളുടെ വിമർശനം. മുല്ലപ്പള്ളിയുടെ നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്ക് ഗ്രൂപ്പുകൾ തയ്യാറല്ല. ഇത് പാർട്ടിയിൽ പുതിയ പൊട്ടിത്തെറികൾക്ക് അവസരമൊരുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ജോണി നെല്ലൂരിനെ UDF സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കാനാവശ്യപ്പെട്ട് UDF നേതൃത്വത്തിന് ഉടൻ കത്ത് നൽകുമെന്ന് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് MLA. തരം താഴ്ന്ന ആരോപണങ്ങളാണ് ജോണി നെല്ലൂർ ഉന്നയിക്കുന്നത് എന്നും അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്ന് വരുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം മാധ്യമങ്ങളിലൂടെ വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്നു, അല്ലാതെ സംസാരിക്കുന്നു. അതൊക്കെ എനിക്കറിയില്ല അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ചാനൽ ചർച്ചയിലൊക്കെ ഞാൻ സംസാരിച്ചു പറഞ്ഞു, ഇങ്ങനെ ജോണി നെല്ലൂർ സംസാരിക്കരുത്, ഇങ്ങനെ തരം താഴ്ന്നു പോകരുത് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഞാനന്ന് പറഞ്ഞാണത്. UDF സെക്രട്ടറി സ്ഥാനം ജേക്കബ് പാർട്ടിയുടെ പേരിൽ കിട്ടിയതല്ല എന്ന ജോണി നെല്ലൂർ. TM ജേക്കബിന്റെ മരണശേഷം നിരവധി തവണ അനൂപിൽ നിന്നും അവഗണനയുണ്ടായിട്ടുണ്ട് എന്നും ജോണി നെല്ലൂർ പറഞ്ഞു. കേരള കോൺഗ്രസ് ജേക്കബിനൊന്നും കിട്ടിയതല്ല. ജോണി നെല്ലൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് അന്ന് ഞാൻ പ്രതിഷേധിച്ചപ്പോൾ, സീറ്റ് കിട്ടാതെന്ന് പ്രതിഷേധിച്ചപ്പോൾ, തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിന്നപ്പോൾ UDFന്റെ നേതാക്കന്മാരായ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവர்களுം KPC അധ്യക്ഷനായിരുന്ന VM സുധീരനും അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും മാണിസാറും ഉൾപ്പെടെ വന്ന നേതാക്കന്മാർ മാറി മാറി എൻ്റെ അടുക്ക് പറഞ്ഞ് അവസാനം പാലായിലെ മാണിസാറിൻ്റെ വീട്ടിൽ വെച്ച് ചർച്ച ചെയ്ത് ഉമ്മൻചാണ്ടി സാറാണ് തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ജോണിയോട് നീതി കാണിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം ഉപയോഗിച്ച വാചകമാണ്, മാധ്യമങ്ങളിലൊന്ന് വന്നിരുന്നു. ജോണിയോട് നീതി പുലർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, ഞങ്ങൾ അത് പിന്നീട് പരിഹരിക്കും. ഇപ്പോൾ ജോണി നെല്ലൂരിന് UDFന്റെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി വരണം. ജോണി നെല്ലൂരിന്റെ MLA സ്ഥാനം മോഹം മാത്രമാണ് പാർട്ടി വിട്ടുപോകാൻ കാരണമെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. തനിക്കെതിരെ വ്യക്തിപരമായി ഉന്നയിച്ച വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ പിൻവലിച്ച് ജോണി നെല്ലൂർ മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും കഴിയത്തില്ലല്ലോ. സ്വാഭാവികമായിട്ട് അദ്ദേഹം അതിൽ നിന്ന് മാറുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വേറെ എന്ത് രാഷ്ട്രീയ കാരണങ്ങളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? അത് അദ്ദേഹം വ്യക്തമാക്കണം. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ കുറ്റവും കുറവല്ലാതെ എന്താണ് അദ്ദേഹത്തിന്റെ എന്തുകൊണ്ട് മാറണം എന്നതിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയമായ ഒരു കാരണം പറയാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. UDF നേതൃത്വത്തിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും മൗനാനുവാദത്തോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന ജോണി നെല്ലൂർ. MLA സ്ഥാനം മോഹിച്ചല്ല താൻ PJ ജോസഫിനൊപ്പം ചേർന്നത് എന്നും ജോണി നെല്ലൂർ ന്യൂസ് 18നോട് പറഞ്ഞു. ഞാൻ കോൺഗ്രസ് നേതാക്കന്മാരെ പോയി കണ്ടു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPC അധ്യക്ഷൻ എനിക്ക് ടെലിഫോണിലേക്ക് കിട്ടുള്ളൂ. അതോടെ ഞാൻ പറഞ്ഞു, നേരിട്ട് പോയി മണിക്കൂറുകളിരുന്ന് ചർച്ച ചെയ്തു. എന്നോട് രണ്ടുപേരും പറഞ്ഞു ധൈര്യമായി പ്രൊസീഡ് അനൂപിനെയും കൂടെ കൊണ്ടുപോകണം. അപ്പം ഞാൻ പറഞ്ഞു അനൂപ് വരുന്നില്ല, അനൂപ് എങ്ങനെയാണ്, എന്താ നിങ്ങളൊന്ന് പറയാമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി സാർ എന്നോട് പറഞ്ഞു ഞാൻ അനൂപിനോട് പറയാം എന്ന് പറഞ്ഞു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി അല്ല ഈ ലയനം. അങ്ങനൊരു ചിന്തയുമില്ല, അങ്ങനൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടില്ല. അതൊക്കെ നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ അവസരം ഉണ്ടായാൽ ആ സമയത്ത് അത് ആലോചിക്കും. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ച നടന്നിട്ടില്ല, അതിനെക്കുറിച്ചൊരു ആഗ്രഹം വെച്ചിട്ടില്ല, ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. മുൻമന്ത്രി VS ശിവകുമാറിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കും. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയിലാണ് രേഖകൾ സമർപ്പിക്കുക. അതേസമയം കേസ് അന്വേഷിക്കുന്ന സംഘം വിപുലീകരിച്ചു. ശിവകുമാറിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളാണ് തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇതെന്നാണ് സൂചന. കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്നലെ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ശിവകുമാറിന്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് NS ഹരികുമാറിന്റെ പേരിൽ പുളിമൂട് ജംഗ്ഷനിലുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയുടെ വിശദാംശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. വിവിധ ബാങ്കുകളിലെ ലോക്കറുകൾ അടക്കമുള്ളവയുടെ വിവരങ്ങളും ശേഖരിക്കും. ഇതിനായി ഉടൻ ബാങ്കുകൾക്ക് അപേക്ഷ നൽകുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ബാങ്കുകളെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്ക് മുമ്പ് ലോക്കറുകൾ തുറക്കരുതെന്നും നിർദ്ദേശം നൽകി. ഇതിനിടെ കേസ് അന്വേഷിക്കുന്ന സംഘം വിപുലീകരിച്ചു. ഒരു ഡിവൈഎസ്പിയും 2 CIമാരും ഉൾപ്പെടെ 10 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. പ്രത്യേക സെൽ SP VS അജിക്ക് തന്നെയാണ് അന്വേഷണ ചുമതല. ശിവകുമാർ ഉൾപ്പെടെയുള്ള പ്രതികളെ ഉടൻ ചോദ്യം ചെയ്തേക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസ് തലപ്പത്തെ അഴിമതി കഥകൾ പുറത്തുവരുന്നതിനിടെ കൊച്ചിയിൽ പോലീസ് സഹകരണ സംഘത്തിലും നടന്നത് വൻ തട്ടിപ്പ്. സഹകരണ സംഘത്തിൽ 5000-ലധികം വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തതായാണ് കണ്ടെത്തൽ. ഇതേപ്പറ്റി സഹകരണ രജിസ്ട്രാർ നേരിട്ടാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണത്തിലൂടെ ഭരണം നിലനിർത്താനാണ് മുൻ ഭരണസമിതി ശ്രമിച്ചത് എന്നാണ് ആരോപണം.
പോലീസ് സഹകരണ സംഘം ഓണററി സെക്രട്ടറി ആയിരുന്ന അബ്ദുള്ളക്കോയെ ഒപ്പിട്ട് 7067 തിരിച്ചറിയൽ കാർഡുകളാണ് വിതരണം ചെയ്തത്. എന്നാൽ ഇവയിൽ 5000-ലധികം കാർഡുകൾ വ്യാജമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എറണാകുളത്ത് കാർഡ് വിതരണം ചെയ്ത ദിവസം പോലീസുകാരിൽ ഏറിയ പങ്കും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ VVIP ഡ്യൂട്ടി, കോടതി ഡ്യൂട്ടി എന്നിവയിലായിരുന്നു. ഇവർ നേരിട്ടെത്തി കാർഡ് കൈപ്പറ്റിയതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഭിമതരായ ആളുകളുടെ മാത്രം ചിത്രങ്ങൾ സമാഹരിച്ച് കാർഡുകൾ വ്യാജമായി നിർമ്മിച്ചെന്നാണ് ആക്ഷേപം. സഹകരണ രജിസ്ട്രാർക്ക് പോലീസുകാർ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാതെ വന്നതോടെ ഹൈക്കോടതിയിൽ ഹർജി നൽകി. വ്യാജ തിരിച്ചറിയൽ കാർഡുകളെക്കുറിച്ച് 1 മാസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി ഉത്തരവിട്ടു. അന്നത്തെ ഭരണസമിതി റിവ്യൂ ഹർജി നൽകിയെങ്കിലും കോടതി അനുവദിച്ചില്ല. ഭരണസമിതി മരവിപ്പിച്ച് അഡ്മിനിസ്ട്രേറ്റർക്ക് സഹകരണ സംഘത്തിന്റെ ചുമതലയും നൽകി. അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ പുതിയ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയുമാണ്. എല്ലാ വോട്ടർ പട്ടികയിലുണ്ടായിരുന്ന ആക്ഷേപങ്ങളും മറ്റ് ആക്ഷേപങ്ങളെല്ലാം പരിഹരിച്ച് നിയമാനുസൃതം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ചും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയൊക്കെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് തെരഞ്ഞെടുപ്പ് നടപടികൾ വളരെ സുഗമമായും സത്യസന്ധമായിട്ടും നടപടികൾ പൂർത്തിയായി വരികയാണ്. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണത്തിലൂടെ ഭരണം അട്ടിമറിക്കുകയാണ് മുൻ ഭരണസമിതി ചെയ്തതെന്നാണ് പരാതിക്കാരുടെ ആരോപണം. കാർഡിന് അപേക്ഷ പോലും നൽകാത്തവരുടെ പേരിൽ കാർഡുണ്ടാക്കി വോട്ട് ചെയ്തിട്ടുണ്ട്. മുൻ ഭരണസമിതി നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് സഹകരണ രജിസ്ട്രാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വ്യാജ കാർഡ് നിർമ്മാണം തെളിഞ്ഞാൽ ബന്ധപ്പെട്ടവർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടികളും ഉണ്ടാവും. സംസ്ഥാനത്തെ IPS ഉദ്യോഗസ്ഥരടക്കം 40,000-ലധികം പോലീസുകാരാണ് സംഘത്തിലെ അംഗങ്ങൾ. കോടികളുടെ പണമിടപാടും സംഘം നടത്തുന്നു. ന്യൂസ് 18 കൊച്ചി. താനൂരിൽ പ്രഖ്യാപിച്ച കൺട്രോൾ റൂം തിരൂരിൽ തുറന്ന പുലിവാല് പിടിച്ച് പോലീസ്. വിഷയത്തിൽ ഇടപെട്ട ഹൈക്കോടതി താനൂരിൽ കൂടി കൺട്രോൾ റൂം തുറക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതി പറഞ്ഞ സമയപരിധി കഴിയാറായിട്ടും താനൂരിൽ കൺട്രോൾ റൂം തുറക്കുന്ന കാര്യത്തിൽ പോലീസിൽ അവ്യക്തത തുടരുകയാണ്. 2018 മലപ്പുറം ജില്ലയിലെ താനൂരിൽ പോലീസ് കൺട്രോൾ റൂം തുടങ്ങാൻ സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത്. അതീവ ജാഗ്രത വേണ്ട പ്രദേശം എന്ന നിലയിലായിരുന്നു ഇത്. പക്ഷേ 2020 ജനുവരി 4 കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്തത് തിരൂരിലായിരുന്നു. താനൂരിൽ തുടങ്ങേണ്ടിയിരുന്ന പോലീസ് കൺട്രോൾ റൂമാണ് ചട്ടവിരുദ്ധമായി തിരൂരിലേക്ക് മാറ്റിയതെന്ന് ഹൈക്കോടതി സമീപിച്ച പൊതുപ്രവർത്തകൻ ബാപ്പു താനൂർ പറയുന്നു. ഗവൺമെന്റ് ബില്ലുകൾ എന്താണെന്ന് വെച്ചാൽ താനൂരിക്ക് അനുവദിച്ചത് തന്നെയാണ്. താനൂരിൽ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് തിരൂരിൽ താൽക്കാലികമായി തുറന്നത് എന്ന്. എന്നാൽ താനൂരിൽ സർക്കിൾ ഓഫീസ് ഒഴിഞ്ഞു കിടന്നിട്ട് വർഷങ്ങളായി. അങ്ങനെ എല്ലാ സൗകര്യം ഉണ്ടായിട്ടും ഇത് തിരൂരിലേക്ക് മാറ്റാൻ ഉന്നത ഉദ്യോഗസ്ഥർ ഏതോ ലോബിയാണ് ഇതിന്റെ ബാക്കി കളിച്ചില്ലേ. താനൂരിൽ സൗകര്യങ്ങളില്ലാത്തതിനാലാണ് കൺട്രോൾ റൂം തിരൂരിൽ തുടങ്ങിയതെന്നാണ് പോലീസ് ഹൈക്കോടതി അറിയിച്ചത്. 2 മാസത്തിനുള്ളിൽ താനൂരിൽ കൺട്രോൾ റൂം തുടങ്ങണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. സമയപരിധി കഴിയാറായിട്ടും തുറക്കാൻ നീക്കമില്ലെന്നാണ് ആരോപണം. കോടതി ഉത്തരവ് പാലിക്കുമെന്നും 2 മാസത്തിനുള്ളിൽ തന്നെ കൺട്രോൾ റൂം തുടങ്ങുമെന്നുമാണ് പോലീസിന്റെ മറുപടി. ജിഷാദ് വളഞ്ചേരിക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18 മലപ്പുറം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തിന് നാളെ തുടക്കം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എത്തുന്ന ട്രംപിന് സർദാർ പട്ടേൽ സ്റ്റേഡിയത്തിൽ നമസ്തേ ട്രംപ് എന്ന പേരിൽ സ്വീകരണം നൽകും. സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ അഹമ്മദാബാദും ആഗ്രയും ഡൽഹിയും കനത്ത സുരക്ഷാ വലയത്തിലാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനത്തിൽ വൻ പ്രഖ്യാപനങ്ങളോ കരാറുകളോ ഉണ്ടാകില്ലെന്നാണ് സൂചനയെങ്കിലും മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള ഒരുക്കത്തിലാണ് രാജ്യം. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയത്തിൽ വിമാനമിറങ്ങുന്ന ട്രംപിനും സംഘത്തിനും വൻ വരവേൽപ്പാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നേരിട്ട് സ്വീകരിക്കാനെത്തും. വിമാനത്താവളത്തിൽ നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് റോഡ് ഷോ, തുടർന്ന് മൊട്ടേര സർദാർ പട്ടേൽ സ്റ്റേഡിയത്തിൽ നമസ്തേ ട്രംപ് എന്ന വൻ മെഗാ ഷോ. ചടങ്ങിൽ 1 ലക്ഷത്തിലേറെ പേരെ സാക്ഷിയാക്കി ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ട്രംപ് നിർവഹിക്കും. പിന്നീട് ട്രംപും ഭാര്യ മെലാനിയും മകൾ ഇവാൻകയുമൊത്ത് താജ്മഹൽ സന്ദർശനം. തിങ്കളാഴ്ച മറ്റ് ഔദ്യോഗിക പരിപാടികളില്ല. ചൊവ്വാഴ്ച രാവിലെ രാജ്ഘട്ട് സന്ദർശനം. രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം. തുടർന്നാകും മോദി ട്രംപ് കൂടിക്കാഴ്ച. ഇരു നേതാക്കളും സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കും. രാത്രി അമേരിക്കൻ എംബസിയിലെ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാകും US-ലേക്കുള്ള മടക്കം. അമേരിക്കൻ ഇന്റലിജൻസും ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗവും സൈനിക വിഭാഗങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുടെ അവസാനവട്ട വിലയിരുത്തലിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സുപ്രീംകോടതി വിധിക്കെതിരെ ചന്ദ്രശേഖർ ആസാദ് നേതൃത്വം നൽകുന്ന ഭീമാർമി പ്രഖ്യാപിച്ച ദേശീയ ബന്ദിന് തുടക്കം. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. സംവരണം മൌലികാവകാശമല്ല എന്ന സുപ്രീംകോടതി വിധിക്കെതിരെയാണ് ഹർത്താൽ. സ്ഥാനക്കയറ്റത്തിന് സംവരണം ഏർപ്പെടുത്താൻ സർക്കാരിനോട് നിർദ്ദേശിക്കാൻ കഴിയില്ല എന്നും സുപ്രീംകോടതി വിധി പ്രസ്താവിച്ചിരുന്നു.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഗുരുതര രോഗം ബാധിച്ചവരെ അടക്കം ദോഷകരമായി ബാധിക്കുന്ന തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായം, മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി, ജലഗതാഗത വകുപ്പിനുള്ള ഡീസൽ സബ്സിഡി, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി, സർക്കാർ ജീവനക്കാരുടെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് തുടങ്ങി 12 ഇനങ്ങൾക്കാണ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി ധനകാര്യ വകുപ്പ് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്കാണ് നിയന്ത്രണം. സാധാരണക്കാരെ ഏറെ ബാധിക്കുന്ന നിയന്ത്രണങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന ആവശ്യമുയർന്നു കഴിഞ്ഞു. ഈ പാവപ്പെട്ട ആളുകളെ വീണ്ടും എന്തിനാണ് ദ്രോഹിക്കുന്നത്? കാരുണ്യ സ്കീം നിർത്തലാക്കി. അത് നിർത്തലാക്കിയതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ വളരെ വിഷമത്തിലായി ആളുകൾ. ഇപ്പോൾ CMDRF കൂടി ഇല്ല എന്ന് വന്നാൽ ഈ രോഗികൾ എവിടെ പോകും? അവർക്ക് എവിടെ നിന്ന് ഒരു ആശ്വാസം കിട്ടുക? അപ്പോൾ അവരുടെ ചികിത്സയെ പോലും തകർക്കുന്ന രൂപത്തിലുള്ള സമീപനമാണ്. അടിയന്തിരമായിട്ട് ഇത് വിഡ്രോ ചെയ്യണം എന്ന് ഞാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമടക്കം ട്രഷറി നിക്ഷേപ പലിശ പിൻവലിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന്റെ സൂചനയാണ് പുറത്തുവന്നിരിക്കുന്നത്. ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന ട്രഷറി ഡയറക്ടർക്ക് കർശന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവ് അയച്ചത്. രോഗികളെ അടക്കം ബാധിക്കുന്ന വിഷയം നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ആലോചിക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. MSF സംസ്ഥാന കൌൺസിലിലെ ബഹളത്തെ തുടർന്നുള്ള നടപടിക്ക് പിന്നാലെ യോഗം ചേരാതെ ഭാരവാഹികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കവുമായി സാദിഖ് അലി തങ്ങൾ വിഭാഗം. PK ഫിറോസ് വിഭാഗത്തിന്റെ പിന്തുണയുള്ള നിഷാദ് K സലീമിന് പകരം PK നവാസിനെ പ്രസിഡന്റായി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. സംസ്ഥാന പ്രസിഡന്റിനെ പാണക്കാട് നിന്നും പ്രഖ്യാപിച്ചാൽ ഭൂരിപക്ഷം ജില്ലാ പ്രസിഡന്റുമാരും രാജിവെക്കുമെന്ന നിലപാടിലാണ് മറുപക്ഷം. പാണക്കാട് സാദിഖ് അലി തങ്ങളോട് പിന്തുണയുള്ള PK നവാസിനെ പ്രസിഡന്റായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞായിരുന്നു വരണാധികാരികളും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിമാരുമായ PM സാദിഖ് അലി, CP ചെറിയ മുഹമ്മദ് എന്നിവരെ ലീഗ് ഹൌസിൽ പൂട്ടിയിട്ടത്. മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവത്തിന് പിന്നാലെ 6 MSF പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തു. MC മായിൻ ഹാജി, PMA സലാം എന്നിവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. എന്നാൽ അവിടം കൊണ്ടും കാര്യങ്ങൾ തീരില്ലെന്നാണ് ലീഗ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അടുത്തയാഴ്ച MSF സംസ്ഥാന പ്രസിഡന്റിനെ പാണക്കാട് എന്ന് പ്രഖ്യാപിക്കാനാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായ സാദിഖ് അലി തങ്ങളുടെ നീക്കം. PK ഫിറോസ് വിഭാഗത്തിന്റെ പിന്തുണയുള്ള നിഷാദ് K സലീമിന് പകരം PK നവാസിനെ പ്രസിഡന്റായി പ്രഖ്യാപിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഭൂരിപക്ഷം ജില്ലാ പ്രസിഡന്റുമാരും രാജിവെക്കുമെന്ന നിലപാടിലാണ് ഫിറോസ് പക്ഷം. 12 ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണയുണ്ടെന്നാണ് ഇവരുടെ അവകാശവാദം. നേതാക്കൾ പരസ്യ നിലപാടിലേക്കെത്തിയാൽ ഇപ്പോഴത്തെ നടപടിയിൽ അമർഷമുള്ള പ്രവർത്തകരും പ്രതിഷേധം പരസ്യമാക്കും. പാണക്കാട്ടെ വാക്കിന് എതിർവാക്കില്ലെന്ന മുസ്ലിം ലീഗിലെ പതിവ് തെറ്റിയാൽ അത് MSFൽ മാത്രം ഒതുങ്ങി നിൽക്കാനും സാധ്യതയില്ല. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് മർദ്ദനം. ഗൌതം മണ്ഡൽ എന്ന തൊഴിലാളിയെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ സുരേഷ് നാട്ടുകാർ നോക്കി നിൽക്കെ മർദ്ദിച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും പരാതി ലഭിക്കുന്ന മുറയ്ക്ക് നടപടി സ്വീകരിക്കുമെന്നും വിഴിഞ്ഞം പോലീസ് അറിയിച്ചു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കാട്ടിൽ നിന്നും കൂട്ടം തെറ്റിയെത്തിയ കുട്ടിക്കൊമ്പന് വനപാലകർ തുണയായി. കോതമംഗലം വാടാട്ടുപാറയിൽ ജനവാസ കേന്ദ്രത്തിന് സമീപമാണ് കുട്ടിയാന എത്തിയത്. ഇടമലയാർ പുഴയിലൂടെ ഒഴുകി വന്നതാണ് എന്നാണ് നിഗമനം. KA നിസാർ, ന്യൂസ് 18 കോതമംഗലം.